വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പലരും ഷോർട്ട് കട്ട്സ് തേടിയാണ് പോകുന്നത്. അതായത് മോഞ്ചാരോ പോലുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർ. ഇതിൽ പലരുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റും വർക്കൗട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. പക്ഷെ അത് തെറ്റായ കാര്യമാണ് കേട്ടോ. മോഞ്ചാരോ എടുക്കുന്നവർക്കും വർക്കൗട്ടും വേണം, ഡയറ്റും വേണം. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് കട്ട് തേടി പോകുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മോഞ്ചാരോ ഒക്കെ എടുക്കുന്നവർക്ക് സപ്ലിമെൻറ്റ്സ് പറയാറുണ്ട്. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനൊക്കെ അത്യാവശ്യം വിലയുള്ളതാണ്. അപ്പോൾ അതും കൂടെ കണക്ക് കൂട്ടാം. അത് അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇപ്പോൾ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അവരൊരു ട്രീറ്റ്മെൻറ്റിന് ഒരു 5000 പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ 10,000 ഒക്കെ ആവും അല്ലേ. അതിൻ്റെ ഷാമ്പൂ, കണ്ടീഷണർ ഒക്കെ തരുമ്പോൾ അതൊക്കെ നല്ല അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അത് ടൈപ്പ് 1 ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ഇൻസുലിൻ പമ്പ് വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ പമ്പിന് ഏകദേശം ഒരു 4 ലക്ഷത്തോളം ഒക്കെ ആകും നല്ല പമ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പലരുടെയും ധാരണ എന്താ, ഫസ്റ്റ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മതി എന്നാണ്. അത് തെറ്റായൊരു കാര്യമാട്ടോ. മന്ത്ലി ഏകദേശം ഒരു 5000 ഒക്കെ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റായിട്ട് ചിലവാക്കേണ്ടി വരും. അതിലുള്ളിൽ വെക്കുന്ന ഇൻസുലിൻ കോസ്റ്റ്ലിയാണ്. പിന്നെ അതുകൂടാതെ അതിൻ്റെ ട്യൂബൊക്കെ മാറ്റണം എപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് വരും. പലർക്കും ഇതൊന്നും അറിയത്തില്ല. അറിയാതെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പറയും ഇൻസുലിൻ പമ്പ് വെക്കുന്ന എത്ര ആവുമെന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷെ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും കൂടെ നിങ്ങൾ കണക്കാക്കിയിട്ട് വേണം ഇതുപോലെയുള്ള എന്ത് ട്രീറ്റ്മെൻറ്റും ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ കിടന്ന് ബുദ്ധിമുട്ടി പോകും. താങ്ക് യു.